നീയും ആ ബാബുവും തമ്മിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സത്യം പറ, ഒന്നും ഒളിക്കണ്ട. തന്നെ ഇയാരുടെ മകളെ മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുവോ? ബാവുക്ക മുസ്ലിം ആണല്ലോ. ആണോ? പിന്നെ നിങ്ങളെ ജാതി എന്ന വിചാരം? എനിക്കങ്ങനെ തോന്നി. കുട്ടിയേട്ടന്റെ പീടിയെ പറഞ്ഞാ മതി. അത് പോട്ടെ, ഞമ്മളെ വിഷയമൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ? ഇനി ചോദിക്കാലോ, ഡോക്ടർ എന്തിനാ കെട്ടിയനായിട്ട് പിണങ്ങിയത്? അമ്മേ, അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. എന്താ മനസ്സിലാവാതെ? പറയേ. ഞാനും അയാളും തമ്മിൽ പല കാര്യങ്ങളിലും പൊരുത്തക്കേടുണ്ടായിരുന്നു. എന്നിട്ടും ഞങ്ങളുടെ വിവാഹബന്ധം തകരരുതെന്ന് കരുതി ഒരു ഭാര്യയ്ക്ക് സഹിക്കാവുന്നതിലേറെ ഞാൻ സഹിച്ചു. പലതും കണ്ടില്ലെന്ന് നടിച്ചു. എന്നാൽ ഇതിവിടെ വരെ എത്തിയോ? അവളല്ല, പോകേണ്ടവൾ ഞാനാണ്. ഇതാ ഒരു ഭാര്യയും തന്റെ ഭർത്താവിനെ മറ്റു സ്ത്രീകളുമായി പങ്കിടാൻ സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ കൂട്ടത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാരണങ്ങളാൽ വേണ്ടി വരികയാണെങ്കിൽ 4-ൽ കൂടരുതെന്ന് മാത്രമേ കൽപ്പിച്ചിട്ടുള്ളൂ. ആ പെണ്ണുങ്ങളോട് മുഴുവൻ ഒരുപോലെ എല്ലാ നിലയിലും നീതി കാണിക്കാൻ കെട്ടിയോന് കഴിവുണ്ടെങ്കിൽ മാത്രം. അതുപോലെ നമ്മളെ ജാതി പെണ്ണുങ്ങൾക്ക് 4 ആണുങ്ങളെ ആവാലോ? എന്റെ അഭിപ്രായമാണ് നമുക്ക് അറിയേണ്ടത്. ഉമ്മ സമ്മതിച്ചിരിക്കുന്നത്. എന്നാ നമുക്ക് സമ്മതം. സാറെന്താ ഈ ബൈക്ക്? ചുമ്മാ കയറിയെന്നേ ഉള്ളൂ, ഒന്ന് പരിചയപ്പെടാൻ. ഈ മില്ലുവക ലോറി തട്ടി മുമ്പൊരു ഫോറസ്റ്റ് ഓഫീസർ കൊല്ലപ്പെട്ടായി കേട്ടിട്ടുണ്ട്. മിസ്റ്റർ ഹുസൈൻ ആയിരുന്ന കേസിലെ 1-ാം പ്രതി അല്ലേ? തന്നെ. ലോറി നമ്മുടെ ആയിരുന്നെങ്കിലും ആള് ചത്ത് നമ്മുടെ കുറ്റം കൊണ്ടല്ല സാർ, കോടതി വരെ സമ്മതിച്ച കാര്യമാണ്. കുറ്റക്കാരായിരുന്നു പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞില്ലല്ലേ? അന്നത്തെ ഡ്രൈവർ എന്തായിരുന്നു അയാളുടെ പേര്? റോബർട്ട്. അയാൾ ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഇല്ല സാർ. റോബർട്ട് നമ്മുടെ ലോറിയിൽ കള്ളത്തടി കയറ്റി വരുമ്പോഴാണ് അപകടം ഉണ്ടായത്. ഓനിപ്പോ രാവണ്യക്കുറുപ്പിന്റെ ആളായി മാറി. അയാളായിരുന്നു തടി. കുറുപ്പിനെ സാർ അറിയല്ല. ആ സംഭവം നടന്ന കാലത്ത് നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണർ ആയിരുന്നു കുറുപ്പ് എന്നറിയാം. ഞങ്ങള് തെറ്റി ഊറ് പിരിഞ്ഞു സാർ. ആവശ്യമില്ലാതെ നമ്മളെ കോടതിയെ കയറ്റിച്ച് കേസും കുലുമാലും ആക്കി. പിന്നെയും പിടിച്ച മരത്തിന്റെ വില നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞാൽ പറ്റുക? അത് കാരണം ആ പണങ്ങിയത്. DFOയെ കൊന്ന കേസ് പുതിയ സർക്കാർ അന്വേഷണത്തിന് വിട്ടിരിക്കുക. കുറുപ്പിന്റെ ആയിരുന്നു അന്ന് ലോറിയിലുണ്ടായിരുന്ന കള്ളത്തടിയെന്ന് മിസ്റ്റർ ഹുസൈൻ കോടതി പറയാമോ? സാർ അത് ആലോചിക്ക്. ഇന്നെന്താ ഒരു പുതിയ ചോദ്യം? ഇറങ്ങിപ്പോടാ. നീ ആരാ പറയാൻ? മാണവർത്തിയില്ല ഇവിടെ. പടി ചവിട്ടി പോരും. പടി ഇല്ലെങ്കിൽ ഒതുങ്ങി കഴിഞ്ഞോ? ഇല്ലെങ്കിൽ പടി. ഇനി എനിക്ക് നിന്നോടാ ചോദിക്കണം. നിന്റെ കഴുത്തി താലി കെട്ടിക്കൊണ്ടുവന്നവനാണ് ഞാൻ. ആ കഴുത്തറക്കണ്ടെങ്കിൽ പറ. നിന്നെ തൊടാൻ ഞാൻ കാശിരണോടി, തരണോടി. നിങ്ങൾക്ക് ഈ ഉശിരുണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത്. എന്നോട് പൊറുക്കണം. തന്ത ചാവുമ്പോ ട്രൗസർ ഇട്ട് കോലം കെട്ട് നടന്ന ഈ ചെക്കനെ ഞാൻ ഒറ്റയ്ക്കാ പോറ്റി ആളാക്കിയത്. ആങ്ങളെയാന്ന് കരുതി കൂടെ താമസിപ്പിച്ച് കല്യാണം കഴിപ്പിച്ചത്. നാട്ടുകാര് കേൾക്കാനാ ഞാൻ ഈ പറയുന്നത്. ഇനി ഈ നായിനെ എന്റെ ചോറ് നക്കിത്തന്ന് ഇവിടെ കൂടാൻ ഞാൻ സമ്മതിക്കില്ല. വേണ്ട ചേച്ചി, പട്ടിണിയിടം ചേർത്താലും ഇനി നിങ്ങളുടെ ചോറ് ഞങ്ങൾക്ക് വേണ്ട. എന്നാ ഇറങ്ങണ പുറത്ത്. ഈ പെര നിന്റെ തന്ത സമ്പാദിച്ചതല്ല, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഇറങ്ങാൻ, ഇറങ്ങി പോവാൻ.